ഹലോ ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? റോസ് ബെൻ വ്ളോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. വലൻസിയ എപ്പിസോഡിൻ്റെ രണ്ടാമത്തെ വേർഷനിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റ്. വലൻസിയയുടെ തന്നെ ഹൃദയ ഭാഗത്ത് നല്ലൊരു കടലിൻ്റെ വ്യൂവിൽ സൂപ്പർ ബാൽക്കണി ഉള്ള ഒരു അപ്പാർട്ട്മെൻറ്റാണ് ഞങ്ങളുടെ. ഒരു കിച്ചണും ഒരു ബെഡ്റൂമും ഒരു ലിവിങ് റൂമും ഉള്ള. രാവിലേക്ക് എഴുന്നേൽക്കുമ്പോൾ കാണാൻ ഭയങ്കര ഭംഗിയാണ്. ആ കാണുന്നതാണ് കടൽ. കല്യാണം കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസമായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭയങ്കര ടയർഡായിരുന്നു. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ താഴെ തന്നെ നല്ല കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് സീ ഫുഡ്. അപ്പോൾ പാവലിനൊട്ടും വിശക്കുണ്ടായിരുന്നില്ല, പക്ഷേ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഞാൻ പോയിട്ട് ഒരു നല്ല ഗ്രിൽഡ് ഫിഷ് ഓർഡർ ചെയ്തു. പാവൽ കോഫി കുടിച്ചുള്ളൂ. സോ ദിസ് വാസ് ആ ബ്രഞ്ച്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ചില്ല് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം പിന്നെയും ഞങ്ങൾ പുറത്തേക്ക് നടക്കാൻ ഇറങ്ങി. ഞങ്ങൾ താഴെ തന്നെ കുറേ ഇതുപോലത്തെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കേട്ടോ സീ ഫുഡ് കൊടുക്കുന്നത്. അപ്പം ഞാൻ എപ്പോഴും സ്വിറ്റ്സർലൻഡ് വിട്ട് താമസിക്കുമ്പോൾ സീ ഫുഡ് ഓർഡർ ചെയ്യാൻ ശ്രമിക്കും. ഞാൻ കൊച്ചിക്കാരിയാണ്, അവിടെ കുറേ മീൻ അവൈലബിൾ ആണ്. എങ്കിലും സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഞാൻ വേറൊരു രാജ്യത്തേക്ക് പോകുമ്പോഴാണ് മീനിൻ്റെ വില എനിക്ക് മനസ്സിലാവുന്നതും ഞാൻ കുറേ ഫുഡ് ഓർഡർ ചെയ്യുന്നതും. പിന്നെ ഞങ്ങൾ വീട്ടിൽ പോയി ചില്ല് ചെയ്തിട്ട് പിന്നെ കുറച്ച് നേരം നടക്കാൻ ഇറങ്ങി. ഞങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാമെന്ന് കരുതി. അപ്പോഴാണ് അവിടെ കുറേ ഓറഞ്ച് ട്രീകൾ കാണുന്നത്. റോഡ് സൈഡിൽ മുഴുവൻ ഇങ്ങനെ ഭയങ്കര മനോഹരമായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പോലെ ആർട്ടിഫിഷ്യലായിട്ട് തോന്നും. പക്ഷേ പാവലിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ പാവൽ കയറി ഒരെണ്ണം പറിച്ചു. ഒന്നും പറയാൻ വയ്യ, ഭയങ്കര കയ്പ്പായിരുന്നു. ഇവർ പറയുന്നത് റോഡ് സൈഡിലുള്ളത് ഭയങ്കര കയ്പ്പാണെന്നും അത് ബ്രീഡ് ചെയ്തിട്ടാണ് പിന്നെ സ്വീറ്റാക്കി മാറ്റുന്നതെന്നുമാണ്. This is just for the decoration purpose. It is sour like hell. Try. Valencia orange. Okay. Not these ones. Seriously, I saw it and I have to say it. Oh my god, this was new experience for us. Yeah, I know, but for tourists it's like very wow, like orange trees on the streets. But these are not tasteful. You can eat them. No, this is just decoration. Well, But experience. Like experience though. Thank you, man. we need to throw it out now. It's very sour. Oh my god, there is the. Lemon has some it's like kind of. lemon. This is bitter, not even sour. For me, it was super sour. പിന്നെ ഞങ്ങൾ അവിടുത്തെ റോട്ടിൽ കണ്ട ഒരു ചെറിയ ഒരു കടയിൽ നിന്ന് 2 ബിയറൊക്കെ കുടിച്ച് അവിടെ കുറച്ച് നേരം പ്രകൃതി ഒക്കെ ആസ്വദിച്ച് മൈൻഡൊക്കെ നല്ല രീതിയിൽ ഷട്ട് ഡൗൺ ആക്കിയിട്ട് എനിക്ക് കലമേള കോമ്പറ്റീഷൻ വരുന്നുണ്ട്, ജോലി ഒരു ലോഡ് പെൻഡിങ് ഉണ്ട്, ഇതൊക്കെ ഷട്ട് ഡൗൺ ചെയ്ത് ഞാൻ പ്രാവിനെ നോക്കി സന്തോഷമായിട്ട് ഇരിക്കുന്ന മൊമെൻറ്റ്സൊക്കെയാണ് ഉണ്ടായത്. നമ്മൾ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെ ആസ്വദിക്കണം എന്നാണ് ഇപ്പോഴത്തെ എൻ്റെ പോളിസി. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോയി കുറച്ച് നേരം കൂടെ ചില്ല് ചെയ്ത് കിടന്ന് ഉറങ്ങി, ഐ വുഡ് സേ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രാത്രി ഡിന്നർ കഴിക്കാൻ ഇറങ്ങി. ഈ ഒരു റെസ്റ്റിംഗ് ഡേ ഞങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. കാര്യം വലൻസിയ ഒരു 4-5 ദിവസം കണ്ടു തീരാവുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ലപോലെ റെസ്റ്റ് ആവശ്യമുണ്ടെന്ന് തോന്നി. സൺഡേ ആയതുകൊണ്ട് തന്നെ അവിടുത്തെ മിക്ക റെസ്റ്റോറൻറ്റുകളും ക്ലോസ്ഡ് ആയിരുന്നു. അപ്പം ഞങ്ങൾ കരുതി ഞങ്ങളുടെ വീടിൻ്റെ അടുത്തല്ലാതെ ചുറ്റുവട്ടത്തുള്ള കുറച്ച് റെസ്റ്റോറൻറ്റുകളിൽ തപ്പി നോക്കാമെന്ന്. പക്ഷേ പിന്നെയാണ് മനസ്സിലായത് മോസ്റ്റ് ഓഫ് തിങ്സ് ആർ ക്ലോസ്ഡ് എന്ന്. അങ്ങനെ ഞങ്ങൾ പിന്നെ തിരിച്ച് ഞങ്ങളുടെ വീടിൻ്റെ താഴെ തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് പിന്നെയും സീ ഫുഡ് പയല എന്നാണ് എഴുതുന്നതെങ്കിലും പയ്യ എന്നാണ് പറയുന്നത്. ബീച്ച് സൈഡിലുള്ളതൊക്കെ കുറച്ച് എക്സ്പെൻസീവാണ്. പക്ഷേ ഞങ്ങൾ എന്നാലും അവിടെ തന്നെ പോയി. അഗ്വാദെ വലൻസിയ എന്ന് പറഞ്ഞിട്ട് ആ ഓറഞ്ച് കളറിലെ ആ ഡ്രിങ്കും ഇറ്റ്സ് എ കോക്ടെയിൽ. അത് കഴിഞ്ഞിട്ട് കുറച്ച് പെപ്പറും ഗ്രീൻ കളറിൽ കാണുന്നത് പെപ്പറും പിന്നെ കുറച്ച് സീ ഫുഡ് പയ്യൊക്കെ ഓർഡർ ചെയ്ത് 2 പേർക്ക് പറ്റുന്ന രീതിയിലാണ് ഇവിടെ പയ്യാസ് നോർമലി ഉണ്ടാക്കുന്നത്. ഒരു അരമണിക്കൂർ തൊട്ട് 3/4 മണിക്കൂർ വരെ എൻ്റെ പ്രിപ്പറേഷൻ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ പോയിട്ട് നല്ല രീതിയിൽ ഒരു മൂവിയൊക്കെ കണ്ട് കിടന്നുറങ്ങിയിട്ട്
രാവിലെ ഞങ്ങളുടെ അഡ്വഞ്ചറിന് ഞങ്ങൾ പുറത്തിറങ്ങി. ഞങ്ങൾ ഓൾഡ് സിറ്റി സെൻറ്റർ മുഴുവൻ കവർ ചെയ്യാനാണ് ഇന്നത്തെ പ്ലാൻ. ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു ബസ് എടുത്തിട്ടാണ് പോയത്. കാര്യം കാറിൽ പോകണ്ടെന്ന് കരുതി. കാര്യം നമുക്ക് പാർക്കിങ്ങൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ അതുപോലെ നമ്മൾ ഇടയ്ക്ക് ബിയറും കാര്യങ്ങളൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഡ്രൈവ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് ബസ് കയറി ഞങ്ങളുടെ രീതിയിൽ ഓൾഡ് സിറ്റി ഒന്ന് കവർ ചെയ്തതിന് ശേഷം ഉച്ച കഴിഞ്ഞ് ഞങ്ങൾക്കൊരു 2 hour ടൂർ ഉണ്ടായിരുന്നു. അത് നമുക്കൊരു ഗൈഡ് വെച്ചിട്ടുള്ള ടൂറാണ്. പക്ഷേ നമുക്കത് ഫ്രീ ആണ്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ടിക്കറ്റ് കൊടുത്ത് കയറണമെങ്കിലും അതൊക്കെ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്തിട്ട് ഗൈഡായിട്ട് വന്നതിന് ശേഷം കാര്യങ്ങൾ ഹിസ്റ്റോറിക്കലി കാണാം എന്ന് കരുതി. ഇത് കണ്ടോ, ഇതാണ് സെൻട്രൽ മാർക്കറ്റ് ഓഫ് You need to use the വലൻസിയ. microphone if you want to tell ഇതൊരു something. There's no way it's going to be ഭയങ്കര ഒരു audible with this ആർക്കിടെക്ചറൽ noise. കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് സിൽക്ക് ട്രേഡിംഗ് സെൻറ്റർ. അപ്പോൾ അതുപോലെ തന്നെ ട്രേഡ് ഓഫ് ഫ്രഷ് ഫുഡ് നടത്താൻ വേണ്ടിയിട്ടായിട്ട് ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റിനെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സെൻട്രൽ മാർക്കറ്റാണിത്. ഇതിൻ്റെ ആർക്കിടെക്ചറും ഇതിൻ്റെ വോയിസും വിൻഡോസും എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇവിടുത്തെ But it only matters the Dirish fair, you know, if you feel like it's worth the money. മാർക്കറ്റ് ഏരിയ തന്നെ, അതായത് ഇതിൻ്റെ ഉൾഭാഗം. ആൻഡ് ഇതിൽ തന്നെ ഒരു 250 സ്റ്റോൾസോളം ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ്, ഫിഷ്, മീറ്റ്, ഡ്രൈ മീറ്റ്, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ലോക്കലായിട്ടുള്ള മെർച്ചൻസിനെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മാർക്കറ്റാണിത്. യൂറോപ്പിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫ്രഷ് ഫുഡ് മാർക്കറ്റായിട്ടാണ് ഇതിനെ കാണുന്നത്. അപ്പോൾ ഇതാണ് ആദ്യമായിട്ട് ഞങ്ങൾ ഇന്ന് കവർ ചെയ്യുന്നത്, ഞങ്ങൾ സ്വന്തമായിട്ട്. പക്ഷെ ഞങ്ങളുടെ ഗൈഡിൻ്റെ കൂടെ നമ്മൾ ഇത് ഒന്ന് കവർ ചെയ്തായിരുന്നു. പക്ഷെ പുറം ഭാഗം നമ്മൾ ഉള്ളിലേക്കൊന്നും കയറില്ല. പക്ഷെ രാവിലെ തന്നെ നമ്മൾ ഈ ഒരു ഭാഗമൊക്കെ കവർ ചെയ്യാമെന്ന് കരുതി. അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഇത് കണ്ടോ, ഇത് ഭംഗിയായിട്ടാണ് ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സൊക്കെ അവർ ചെയ്തിരിക്കുന്നത് അല്ലേ. സ്യൂറിക്കലി ഇതുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ സത്യം പറഞ്ഞ് ആഗ്രഹിച്ചു കേട്ടോ. പിന്നെ നമ്മൾ ആസ് എ ടൂറിസ്റ്റ് നമ്മളിവിടെ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഫോട്ടോഗ്രാഫി പെർമിറ്റഡ് ആണ്, പക്ഷേ നമ്മൾ ഇതിൻ്റെ വഴിയരികളൊക്കെ നിൽക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ തൊടാതിരിക്കുകയോ ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ടൂറിസ്റ്റ് എന്ന രീതിയിലുള്ള മിനിമം റെസ്പെക്റ്റ് പാലിക്കേണ്ടത്. ആൻഡ് ഭയങ്കര തിരക്കുള്ള ഒരു മാർക്കറ്റാണ്. ഓൺ ദി അതർ സൈഡ് ഓഫ് ദിസ് മാർക്കറ്റ് നമുക്ക് കുറച്ച് ബാറും കുഞ്ഞു കുഞ്ഞു റെസ്റ്റോറൻറ്റുകളും ഒക്കെ കാണാൻ പറ്റും. ഉടുപ്പുകൾ, അതായത് ക്ലോത്ത്സ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിലില്ല. പക്ഷേ എന്നാലും സോവനിയേഴ്സ് അല്ലെങ്കിൽ
എന്താ പറയുക, നമുക്ക് മെമ്മറീസായിട്ട് മേടിക്കേണ്ട സാധനങ്ങൾ, പിന്നെ നമ്മുടെ ജീവിതത്തിൽ വേണ്ടിയിട്ടുള്ള ബേസിക് സാധനങ്ങളൊക്കെ ഈ മാർക്കറ്റിൽ നമുക്ക് കിട്ടും. അപ്പോൾ വെലൻസിയയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദിസ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് സ്പോട്ട്. നമുക്ക് വിസിറ്റ് ചെയ്യാനുള്ള ഒരു സ്പോട്ടാണ് ഈ സെൻട്രൽ മാർക്കറ്റ്. അപ്പം നിങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് കണ്ടിരിക്കേണ്ട കാര്യം തന്നെയാണ്. ആ തൂങ്ങി കിടക്കുന്നതൊക്കെ കണ്ടോ, അത് ഡ്രൈ ആയിട്ടുള്ള പിഗിൻ്റെയൊക്കെ കാലുകളൊക്കെയാണ്. അവർ ഡ്രൈ ചെയ്തിട്ട് വിൽക്കുന്ന കാര്യങ്ങളാണ്. ഫിഷ് ഡ്രൈ ചെയ്തിട്ടുള്ളതും ഒക്കെ ഇവിടെ ഉണ്ട്. നല്ല ഫ്രഷ് വെജിറ്റബിൾസും കാര്യങ്ങളും. ഇത് നല്ലപോലെ റൺ ചെയ്യുന്ന, നോർമൽ ഡേയ്സിൽ റൺ ചെയ്യുന്ന ഒരു മാർക്കറ്റ് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ ആർക്കിടെക്ചർ കണ്ടോ, നമുക്കൊരു പള്ളി പോലെ തന്നെ തോന്നുമല്ലേ. അപ്പോൾ കത്തീഡ്രൽ ഓഫ് എന്തോ ഒരു ട്രേഡിങ് സെൻറ്ററാണ്. ഒരു മാർക്കറ്റ് ആ ഒരു കത്തീഡ്രൽ ഷേപ്പിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. എവിടെയൊക്കെ ഇങ്ങനെയൊക്കെ കാണാൻ പറ്റില്ല. ഞാൻ ബാർസലോണയിൽ പോയപ്പോഴും ഇങ്ങനത്തെ ഒരു മാർക്കറ്റ് കണ്ടിരുന്നു. പക്ഷെ നമുക്ക് ഉള്ളിലേക്ക് കയറാൻ ഭയങ്കര തിരക്കായതുകൊണ്ട് തന്നെ നമ്മൾ അതിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ ഫ്രണ്ട് സിനിയായിട്ട് ഒരു ഗേൾസ് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ മാർക്കറ്റ് എന്തായാലും നമ്മൾ കവർ ചെയ്തു. ഇതുപോലെയുള്ള മെയിൻ സ്പോട്ടുകളെല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. Puffer fish. Oh my god. Is it original? Who knows, maybe. നമ്മൾ മാർക്കറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ബിക്കോസ് അവിടെ ഭയങ്കര തിരക്കാണ്. പക്ഷെ നമ്മൾ കവർ ചെയ്യേണ്ട ഒരു സ്ഥലമായതുകൊണ്ട് വി കവേർഡ് ഇറ്റ്. പക്ഷേ ഇനിയും തീർന്നിട്ടില്ല. ഇന്ന് നമ്മൾ ഒരു ടൂർ എടുക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ സെൻട്രൽ ഏരിയയിലാണല്ലോ. സോ സെൻട്രൽ ഏരിയയിൽ കുറേ അങ്ങനെ കവർ ചെയ്യാനുള്ള പ്ലേസസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം മാർക്കറ്റായിരുന്നു വൺ ഓഫ് ദി പ്ലേസ്. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്കൊരു കത്തീഡ്രലുണ്ട്, മ്യൂസിയം ഉണ്ട്. സോ വി ആർ ഹിയർ ഇൻ എ റെസ്റ്റോറൻറ്റ്. ഹിയർ? Yes. What would you like to eat? Options? സോ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, ലഞ്ചും കഴിച്ചിട്ടില്ല. സോ വി തോട്ട് ഓഫ് ഹാവിങ് സം ക്വിക്ക് ബ്രേക്ക്ഫാസ്റ്റ്. That's 12:30. It's a brunch. No, it's 1:30. 1:30. Okay, but still breakfast mode ആണ്. Yesterday night we had like നല്ലപോലെ കഴിച്ചായിരുന്നു. ഇപ്പോൾ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് മോഡ് പോവാം. എന്നിട്ട് later when we feel like having more we can have. We are gonna walk around the whole day here. So
It's nice, right? The front camera is like much better than the back one. It's completely opposite, but I believe it's true. അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇനി കഴിച്ച് വയറ് നിറച്ച് വേണം നടക്കാനായിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട്. സോ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാം, വന്നിട്ട് കാണിച്ചു. കപ്പുച്ചീനോ, ക്യാൻ ഐ ഹാവ് ഷുഗർ? താങ്ക് യു. കപ്പുച്ചീനോ ഓർഡർ ചെയ്തു, അമേരിക്കാനോ ഉണ്ട്, ആൻഡ് ഷുഗർ വന്നിട്ട് കുടിക്കാം. സാൽമൺ വിത്ത് വാട്ട്? Cream cheese. ക്രീം ചീസ്. എൻ്റേത് ഇതുവരെ വന്നിട്ടില്ല. എനിക്കുള്ളത് സാലഡ്, സ്ക്രാമ്പിൾഡ് എഗ്സ് ആൻഡ് അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. പിന്നെ ഇന്ന് ജാക്കറ്റ് എടുത്തത് കഷ്ടമായി, ബിക്കോസ് ജാക്കറ്റ് വേണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒരു ബാഗ് മേടിച്ച് ജാക്കറ്റ് അതിനകത്തേക്ക് ഇട്ടു. നൈസ് കപ്സ് അടാ. I love it. Amma is... No, Amma, she'll love it. Let's buy one. How much is it? Are you sure? Yes, I'm sure. Okay. Then let's walk. കുട്ടി ഷോപ്സ്. Magnets, souvenirs, flip-flops. You want flip-flop? You wanted to have a flip-flop, I remember. Maybe. ഇവിടുത്തെ സ്പെഷ്യൽ ചെരുപ്പുകളാണ്. Yeah, it's a socks world I've seen. ആ കാണുന്ന ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന ബിൽഡിംഗ് കണ്ടോ, അതാണ് യൂറോപ്പിലെ തന്നെ ഏറ്റവും ചെറിയ അപ്പാർട്ട്മെൻറ്റ്. പണ്ട് കാലത്ത് ഇത് ഒരു അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു, പല നിലകളുള്ള. എങ്ങനെ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിരുന്നു എന്നോ എങ്ങനെ ഒരു ബെഡ് ഉണ്ടായിരുന്നു എന്നോ നമുക്കറിയില്ല. പക്ഷേ യൂറോപ്പിലെ ഏറ്റവും ചെറിയ അപ്പാർട്ട്മെൻറ്റാണ് ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞതെന്നാണ്. അപ്പോൾ അത് പിന്നെ നെയ്ബേഴ്സ് മേടിച്ചിട്ട് അത് ഒരു ബിൽഡിങ്ങായിട്ട് കൂട്ടി യോജിപ്പിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ നോ ദാറ്റ് ഗ്രാൻഡ് പേരൻസ് ആർ വാക്കിംഗ്. വഴികളെല്ലാം എത്ര നാരോയാണ്, വളഞ്ഞ രീതികളിലൊക്കെ. ഇതിനൊക്കെ ഒരു അർത്ഥം. ഭയങ്കര ഇതുപോലെ കുഞ്ഞു 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 വഴികളാണ്. സ്യൂറിക്കായിട്ടൊന്നും നമുക്കിത് കമ്പയർ ചെയ്യാനേ പറ്റില്ല. കാര്യം ശരിയാ, യൂറോപ്പാണ്, പക്ഷേ ഇറ്റ് ലുക്സ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഈ വളഞ്ഞിട്ടുള്ള റോഡുകൾ. പിന്നെ അതുപോലെ തന്നെ വെരി ബ്യൂട്ടിഫുൾ, ലോങ് വിൻഡോസ്, നൈസ്. ഇങ്ങനെ ബിൽഡിങ്ങുകൾ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഇരിക്കുന്നത് കൊണ്ട് തന്നെ it's nice to live here. സമ്മർ if we get Swiss salary and living here, that would be amazing. ഇതുണ്ട് മുട്ടന 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 വീടുകളാണ്. കാറുണ്ടോ? പാർട്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്, എന്നിട്ടാണ് നമ്മൾ പുറത്തേക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ. പക്ഷേ ഇവിടെ ബാൽക്കണികളാണ് ആദ്യം എങ്ങനെയാണെന്ന് തീരുമാനിച്ചതിന് ശേഷമാണ് ഉള്ളിലത്തെ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യുന്നത് പോലും. ഇത് ഇവിടുത്തെ കത്തീഡ്രലിൻ്റെ ഒരു ഭാഗമാട്ടോ. ഞാനത് പിന്നെ കാണിക്കാം. പക്ഷേ ഇതാണ് നമ്മുടെ ഇവിടുത്തെ സിൽക്ക് സെൻറ്റർ, സിൽക്ക് ട്രേഡിംഗ് സെൻറ്റർ. ഇവിടെ സിൽക്ക് ഭയങ്കര വലിയൊരു ബിസിനസ്സായിരുന്നു. അതിൻ്റെ ഇൻഫർമേഷനൊക്കെ ഞാൻ വെബ്സൈറ്റിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ. ഈ സിൽക്ക് ട്രേഡിങ് നമ്മൾ ചൈനക്കാർ ആണ് ഇതിൻ്റെ സീക്രട്ട് കുറേയൊക്കെ സൂക്ഷിച്ചിരുന്നെങ്കിലും ഇത് ട്രേഡ് ചെയ്ത് സമ്പന്നമായിട്ടുള്ള ഒരു രാജ്യമായിരുന്നു. സിൽക്ക് വോംസൊക്കെ മരിച്ചിരുന്നത് വരെ. അതിൻ്റെ കഥ ഞാൻ പിന്നെ പറയാം. അപ്പോൾ അതിനു മുമ്പ് ഞങ്ങൾ കുറച്ചെന്തെങ്കിലും കുടിച്ചിട്ട്
ഞങ്ങൾ ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തിരുന്നു, അതുകൊണ്ട് ക്യൂ നിൽക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ 3 മണിക്കുള്ള സ്ലോട്ടായിരുന്നു നമുക്കുള്ളത്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഒന്ന് ഹൈഡ്രേറ്റ് ആയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കയറാമെന്നുള്ളത്. അപ്പം ഞങ്ങൾ അടുത്തുള്ളൊരു അപ്പറോൾ സ്പിറ്റ്സ് സ്റ്റോറിൽ ഇതും ഏതോ ഒരു പാലസ്. ഡു യു നോ ദ നെയിം ഓഫ് ദീസ് പ്ലേസസ്? This is Palace of Arthur III. But like if you come to the city center, Old Town, you can see a lot of buildings which is pretty famous. I don't know the name of all these things, but Yeah, this is the King Saad. Saad Toledo. I'll be back, okay? നമ്മൾ എന്തെങ്കിലും കുടിക്കാൻ വന്നേക്കാണ്. സ്പിറ്റ്സറിയ. ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് അപ്പറോൾ സ്പ്രിറ്റ്സ് നമുക്കിവിടെ കിട്ടും. I still need to mix it. ¿Lasañas? Por ahí le puedes pedir. So, Hugo and mango spritz. We need to mix it by ourselves. Ooh, Nuts for you if you want to smell. thanks. അങ്ങനെ ഇളക്കി ഇളക്കി. താങ്ക് യു ബേബ്. Okay. Pretty strong. Nice. അപ്പോൾ ഇവിടുത്തെ സിൽക്ക് ട്രേഡിംഗ് സെൻറ്ററിൻ്റെ കഥ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് കാലത്ത് ഇവിടെ റോമൻ എംപയറും അതുപോലെ തന്നെ അറബിക് ഇൻവേഷനും ഒക്കെ ഇസ്ലാമിക് ഇൻവേഷനും ഒക്കെ ഉണ്ടായ ഒരു രാജ്യമാണ്. പക്ഷേ സിൽക്കായിരുന്നു ഇവിടുത്തെ ഇനീഷ്യലി വലിയൊരു ബിസിനസ്. ഇവിടെ തന്നെ ഇവർ സിൽക്ക് വോംസിനെയൊക്കെ ഗ്രോ ചെയ്ത് അതിൻ്റെ സലൈവ ഡ്രൈ ചെയ്ത് സിൽക്ക് ഉണ്ടാക്കി ഒക്കെയാണ് ഇവരുടെ വലിയ ഒരു ബിസിനസ്സായിരുന്നത്. 32 രാജ്യങ്ങൾ ചേർന്നുള്ള ഒരു സിൽക്ക് റൂട്ടിൽ വലൻസിയയും അതിൻ്റെ ഒരു ഭാഗമായി മാറിയിരുന്നു 1996. അപ്പോൾ ഈ ഒരു സിൽക്ക് സമ്പ്രദായം ഇവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള വെഡ്ഡിങ് ഡ്രസ്സുകളും കാര്യങ്ങളും എല്ലാം ഭയങ്കര യൂറോസ്, അതായത് 8,000, 9,000, 10,000, 20,000 യൂറോസ് വരെ സ്പെൻഡ് ചെയ്തിട്ട് ആൾക്കാർ ഇവിടുത്തെ സിൽക്ക് ഉൽപ്പന്നങ്ങളാണ് ഉപയോഗിച്ചിരുന്നിരുന്നത്. അപ്പം പക്ഷേ ഒരു കാലത്ത് സിൽക്ക് ബോംസ് എല്ലാം ആൻഡ് ഈ രാജ്യം സിലിണ്ടറും എല്ലാം കഴിഞ്ഞ് കംപ്ലീറ്റായിട്ട് അറബിക് ഈ പറയുന്ന സിൽക്ക് ബോംസിൻ്റെ ബിസിനസ്, ഈ സിൽക്ക് ബോംസ് മഷീൻ പോയതോടുകൂടി അതിൻ്റെ ബിസിനസ് എല്ലാം See that window's reflection is on that. Wow. This is super cool. This is the place where people used to trade silk. Silk വിറ്റുകൊണ്ടിരുന്നിരുന്ന സ്ഥലമാണിത്. Shall I go inside here? എന്നുള്ളതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആർക്കിടെക്ചറാണ്. ഇന്നും അവരൊക്കെ നല്ല രീതിയിൽ Wow, it's so nice, right? ആ തൂണുകളൊക്കെ എന്തൊരു പ്രകൃതിയാണ്. നമ്മളെപ്പോഴും ഒന്ന് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ സ്ഥലങ്ങളിലേക്ക് വരുന്നത് ഭയങ്കര നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നത്.
ഞാൻ പറഞ്ഞു ഈ ജോലിയും കാര്യങ്ങളൊക്കെ പുറകിൽ വെച്ചിട്ടാണ് നമ്മൾ നടക്കുന്നത്. ഞാൻ കരുതി എൻ്റെ മൈൻഡിൽ ഇതൊക്കെ ബാക്ക്ലോഗായിട്ട് ഉണ്ടാകാം, ഞാൻ ഇതൊക്കെ കാണാൻ വരുമ്പോഴും എന്ന്. പക്ഷേ ഞാൻ ഭയങ്കര കാമായിരുന്നു ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത്. ആൻഡ് ഇറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. നമ്മൾ വലൻസിയ സെൻറ്റർ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് കാണാൻ പറ്റുന്ന ഈ വീഡിയോയിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ ഈ ഒരു 4 ദിവസം നല്ലപോലെ എക്സ്പ്ലോർ ചെയ്യാൻ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. ബട്ട് ഇനി നമ്മൾ മുകളിലേക്ക് പോകാൻ പോവാണ്. ലെറ്റ്സ് സീ വാട്ട് ഇസ് ദെയർ. ഇനി ഈ സെൻറ്ററിൽ തന്നെ കത്തീഡ്രൽ ഉണ്ട്, സെൻറ്റ് നിക്കോളാസ് കത്തീഡ്രൽ. സോ നമ്മൾ ഇന്നിപ്പം മാർക്കറ്റ് കവർ ചെയ്തു, സിൽക്ക് ട്രേഡിംഗ് ഏരിയ കവർ ചെയ്തു. ദെൻ വി ഹാവ് ദിസ് കത്തീഡ്രൽ, സെൻറ്റ് നിക്കോളാസ് കത്തീഡ്രൽ. അപ്പം അങ്ങോട്ടാണ് അടുത്തത്. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കവർ ചെയ്യാമെന്ന് കരുതി. കുറേ സമയമൊന്നും എടുക്കുന്നില്ല, ബിക്കോസ് എല്ലാം അടുത്ത് തന്നെയാണ്. പക്ഷേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. സ്യൂരിഹിലൊക്കെ ഇതുപോലത്തെ ബിൽഡിങ്സ് ഉണ്ട്, ഈ ഒപ്പേറ ഹൗസ് പോലത്തെ ബിൽഡിങ്സ് ഉണ്ട്. പക്ഷേ ആ ബിൽഡിങ്സൊക്കെ ആ ഒരു ബിൽഡിങ്ങോ 2 ബിൽഡിങ്ങോ ഒക്കെ ഉള്ളൂ. പക്ഷെ ഇവിടെ കംപ്ലീറ്റ്ലി അങ്ങനത്തെ ഹിസ്റ്റോറിക് ഏരിയാസും ബിൽഡിങ്സും ഒക്കെയാണ്. ഇതെന്തോ കൺസ്ട്രക്ഷൻ നടത്തുന്നുണ്ട്, എൻ്റെ സ്വരം കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല. ബട്ട് യാ, സെൻറ്റ് നിക്കോളാസ് ചർച്ച് ഞങ്ങൾ അബദ്ധത്തിലാണ് നമുക്ക് കാണാൻ പറ്റാതിരുന്നത്. കാര്യം അത് സൺഡേയും ട്യൂസ്ഡേയും സാറ്റർഡേയോ തേഴ്സ്ഡേയോ അങ്ങനെ ഏതൊരു ദിവസങ്ങളിൽ മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ നമുക്ക് കാണാൻ. നല്ല എഗെയിൻ ആർക്കിടെക്ചറിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ബിൽഡിങ് തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഓപ്പണിംഗ് ടൈം നോക്കിയിട്ട് വേണം വരാൻ. ഈ പറഞ്ഞ സിൽക്ക് ട്രേഡ് സെൻറ്ററിൽ നമ്മൾ നേരത്തെ കണ്ടത് അത് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ്. അത് എല്ലാ ദിവസവും രാവിലെ 9:30 തൊട്ട് 7 മണി വരെ എങ്ങാണ്ട് ഓപ്പണാണ്. സോ അതൊക്കെ കാണാൻ വരികയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇതുപോലത്തെ ചേർച്ചും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം വരാൻ. ഇതൊരു തിയേറ്ററാണ്, ഇവിടുത്തെ കുറേ ഡ്രാമകളും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു തിയേറ്റർ. പിന്നെ ഇതുപോലെ തന്നെ കുഞ്ഞു 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 വഴികൾ, ബിൽഡിങ്സ്. പക്ഷേ ഇതിൻ്റെയൊക്കെ അർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോഴുണ്ടല്ലോ ഇതൊക്കെ ഭയങ്കര റീസണബിളായിട്ട് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. നമ്മൾ സ്വിറ്റ്സർലൻഡിൽ നിന്ന് വരുമ്പോൾ നമ്മൾ കരുതും ഇതെന്താണ് ഇങ്ങനത്തെ കുഞ്ഞു വഴികളും ഇങ്ങനത്തെ ബിൽഡിങ്സും എന്നൊക്കെ. എനിക്ക് പണ്ട് ഇങ്ങനത്തെ ബിൽഡിങ്സൊന്നും വലിയ കാര്യമില്ലായിരുന്നു. പക്ഷേ ഇന്ന് ഈ 12 വർഷം സ്വിറ്റ്സർലൻഡിൽ ജീവിച്ചതിന് ശേഷം വേറൊരു യൂറോപ്യൻ കൺട്രിയിലേക്ക് പോകുമ്പോൾ ഇതൊക്കെ വലിയ കാര്യം. എന്തോ കൊട്ടാരമാണെന്ന് തോന്നുന്നു. നമ്മൾ ആ ബസ് വന്ന് ഇറങ്ങിയിട്ട് പിന്നെ അതിൻ്റെ ചുറ്റിനും നടക്കുന്നേ ഉള്ളൂ. ഒട്ടും ടയർഡാകുന്നില്ല. ഐ വുഡ് സേ ദിസ് ഇസ് ദ റൈറ്റ് ടൈം ടു കം ടു ദിസ് പ്ലേസ്. കാര്യം നമുക്ക് ഒത്തിരി ചൂടില്ല, ഒത്തിരി തണുപ്പില്ല. ഞാൻ ജാക്കറ്റ് പോലും ഇട്ടിട്ടില്ല. സോ ഈവനിങ്ങിൽ ഒരു ചെറിയ ജാക്കറ്റ് വേണം, ദാറ്റ്സ് ഇറ്റ്. പക്ഷേ ഇത് കറക്റ്റ് ടൈമാണ് എന്ന് തോന്നുന്നു. ഇവിടെ ആട്ടോ ഈ ടൊമാറ്റോ ഫെസ്റ്റിവലൊക്കെ നടക്കുന്നത്. നമ്മുടെ ഹൃത്തിക് റോഷൻ്റെ മറ്റേ മൂവിയില്ലേ, അതിലൊക്കെയുള്ള ടൊമാറ്റോ ഫെസ്റ്റൊക്കെ നടക്കുന്ന ഈ പ്ലേസിലാണ്, വലൻസിയ. ഇതാട്ടോ വലൻസിയൻ കത്തീഡ്രൽ. അപ്പോൾ ഇതിന് പല 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 വാതിലുകളുണ്ട്. അത് ഞങ്ങൾ ഗൈഡിൻ്റെ കൂടെ പോകുമ്പോഴത്തേക്കിനും കാണാം. ഒരു 6 വാതിലുകളുണ്ട്. പല സമയത്ത് കൺസ്ട്രക്ട് ചെയ്തൊരു ഭാഗമാണിത്. അപ്പം പല പല ഇൻവേഷൻസ്, അതായത് നമ്മുടെ റോമൻ എംപയറും ഇസ്ലാമിക് ഇൻവേഷനും ആ സമയത്തൊക്കെ പല രീതിയിൽ ഇത് കൺസ്ട്രക്ട് ചെയ്ത് പല സ്റ്റൈലിലാണ് ഇതുള്ളത്. അപ്പം നിങ്ങൾക്കത് കാണാൻ പറ്റും.
പാടിക്കൊണ്ടിരിക്കുക. Now he needs money. He's like, hey man, you're taking my video. Now I need... ഇതൊരു പവർഫുൾ ആയിട്ടുള്ള ബോർഡിൻ ഫാമിലിയിലുള്ള ഒരു ഫാമിലിയുടെ കൊട്ടാരമാണ് അല്ലെങ്കിൽ ഒരു വീടാണ്. അവരുടെ കൂട്ടത്തിൽ ഒരാൾ പോപ്പായിട്ടുണ്ട്. ഭയങ്കര പവർഫുൾ, അതായത് അധികാരത്തിൻ്റെ രീതിയിലും ക്രൂരതയുടെ രീതിയിലും ഒക്കെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഫാമിലി ആയിരുന്നു ഇത്. എന്നിട്ട് അവരുടെ ആ ഒരു വീട് ഇപ്പോൾ ഒരു കോർട്ടായിട്ട് മാറിയിരിക്കുകയാണ്. നമ്മൾ എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറേണ്ട കാര്യമില്ല. It's like this living dollies. 89 bucks. I think it has the same weight like a kid. Oh, only dollars. ഈ ഒരു ഗേറ്റ് ഇതിലാണ് ഏറ്റവും കൂടുതൽ ഹിസ്റ്ററി ഉള്ളത് ഇവിടെ. ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഹോൾ വലൻസിയ സിറ്റി കാണാൻ പറ്റും കേട്ടോ. ഇത് നമ്മുടെ ഒരു ഹോൾ സിറ്റീനെ കവർ ചെയ്യുന്ന വോളുകളുള്ള ഒരു ഏരിയ ആയിരുന്നു. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഞങ്ങൾ കയറുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ എന്തെങ്കിലും ഒന്ന് ഡീഹൈഡ്രേറ്റായി മാറാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് കുടിച്ചിട്ട് ഇങ്ങോട്ട് പോകാമെന്ന് കരുതി. ഈ കാണുന്ന മെയിൻ ഡോറിൻ്റെ ഉള്ളിൽ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും. 2 യൂറോയേ ഉള്ളൂ കേട്ടോ ഒരു ടിക്കറ്റിന്. എന്നിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ ആ സൈഡിൽ കാണുന്ന സ്റ്റെപ്പിൽ കൂടെ മുകളിലേക്ക് കയറിയാൽ ഏറ്റവും മുകളിൽ വരെ പോയാൽ ഫുൾ വാലൻസിയൻ സിറ്റി നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ അപ്പുറത്തുമായിട്ട് കുറേ വാളുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു സമയത്ത് ഒരു പ്ലേഗ് വന്നപ്പോൾ അത് നശിപ്പിച്ച് കളയാണ് ഉണ്ടായത്. ആ പ്ലേഗിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ദിസ് പ്ലേസ് ഇസ് സപ്പോസ് ടു ബി ഇവിടുത്തെ സിവിലിയൻസ് അല്ലെങ്കിൽ സോൾജിയേഴ്സ് അങ്ങനത്തെയുള്ള ആൾക്കാരുടെയൊക്കെ പ്രിസണും കൂടിയായിരുന്നു ഇത്. കാര്യം ഇവർക്ക് ഇതൊരു ലക്ഷറി ആയിരുന്നു പ്രിസണേഴ്സിൻ്റെ കാര്യം. അവർക്ക് കിടക്കാനുള്ള ബെഡും ഫുഡും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു സിറ്റിയിൽ നിന്ന് മറ്റൊരു സിറ്റിയിലേക്ക് പോകാനുള്ള ഒരു ഗേറ്റ് കൂടിയായിരുന്നു ഇത്. ഇതിന് ഓപ്പണിംഗ് ടൈമും ക്ലോസിങ് ടൈമും ബെല്ല് റിങ് ചെയ്യുന്ന ടൈമും അങ്ങനത്തെ കുറേ ഹിസ്റ്ററി ഇതിൻ്റെ പുറകിലുണ്ട്. അതൊക്കെ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ എഗെയിൻ വാലൻസിയ വിസിറ്റ് ചെയ്യുമ്പോൾ ഇതൊരു മസ്റ്റ് വിസിറ്റാണ്. അപ്പോൾ ഇത് മറക്കാതെ കാണുക. ആൻഡ് ഞാനിത് നല്ലപോലെ എൻജോയ് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ കാണുന്ന ആ ബ്രിഡ്ജില്ലേ, അതിൻ്റെ അവിടേക്ക് കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ഫ്ലഡ് കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ട്, കഴിഞ്ഞ ഇടയ്ക്കല്ല ഒത്തിരി വർഷങ്ങൾ മുമ്പും കഴിഞ്ഞ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുമായിട്ടുള്ള 2 ഫ്ലഡിൻ്റെ ഇടയിൽ യൂറിയ റിവർ ഒഴുകിക്കൊണ്ടിരുന്നിരുന്ന ഒരു കനാലായിരുന്നു അത്. അത് പിന്നെ ഫ്ലഡ് വന്ന് കഴിഞ്ഞപ്പോൾ ഒരു രാത്രിക്ക് രാത്രി ആൾക്കാർ കുറേ പേര് മരിച്ചു. സ്റ്റെപ്പ് കയറി ഒരു വഴിയായി. ബട്ട് യാ സിറ്റി മുഴുവൻ കാണാം കേട്ടോ, വലൻസിയ സിറ്റി. I think the view is better.
സൂപ്പർ വിൻഡി. ഇത്രയും നേരം നല്ല ചൂടായിരുന്നു, പെട്ടെന്ന് തണുപ്പ് കാറ്റ് തുടങ്ങി. കടലല്ലേ, മെഡിറ്ററേനിയൻ സീൻ്റെ അടുത്താണ്, നല്ല കാറ്റ് തുടങ്ങി. അപ്പം ജാക്കറ്റ് കൂടെ കൊണ്ട് നടക്കണം. പ്യുവർ സമ്മറിൽ ഈ പ്രശ്നം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഇപ്പം സ്പ്രിങ് ആണ്. ഇത് കണ്ടോ, നമ്മൾ നേരത്തെ കണ്ട ബ്ലൂ ബിൽഡിങ്സ് എല്ലാം അവിടെയുണ്ട്, നമ്മൾ നടന്ന വഴികളെല്ലാം ഇവിടെയുണ്ട്. ചെക്ക് ഔട്ട് ദോസ് ബാൽക്കണീസ് ഓഫ് ദ പ്രൈവറ്റ് പ്രോപ്പർട്ടീസ്. നൈസ്. സ്റ്റെപ്പ് കയറിയതിൻ്റെ അവസ്ഥയത്. അയ്യോ, very nice. I think Jagosh and all was here and they were saying they saw the whole city. I think we covered most of the places except this St. Nicholas church. Yes. Nice work, baby. Excellent. No, we don't feel bad that we didn't do anything here, you know. ആകാശം. അപ്പോൾ ഈ ഫ്ലഡ് വന്നതിന് ശേഷം അവർ ആ റിവറിനെ ഡൈവേർട്ട് ചെയ്ത് മറ്റൊരു ഭാഗത്തേക്ക് വിടുകയാണ് ഉണ്ടായത്. കാര്യം ഇനി അങ്ങനത്തെ ഒരു അബദ്ധം ഉണ്ടാവാൻ, കാര്യം നമുക്ക് ഈ അലേർട്ടൊക്കെ വരുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ വരാൻ ഒത്തിരി ലേറ്റ് ആവുകയും കുറേ ആൾക്കാർ മരിക്കുകയൊക്കെ ചെയ്ത ഒരു സിറ്റുവേഷനാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു ടവറിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ വലൻസിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിറ്റിയിൽ. അപ്പോൾ നിങ്ങളത് സെർച്ച് ചെയ്ത് ഇവിടെ തന്നെ കാണാൻ വരണം. ആൻഡ് ഇറ്റ് വാസ് എ നൈസ് എക്സ്പീരിയൻസ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അവിടെ വെയിറ്റ് ചെയ്യാനുണ്ടായത് നമ്മുടെ ആ ഒരു 2 hours ഉള്ള ഒരു ടൂറ്. അപ്പം ഞങ്ങളുടെ ഗൈഡ് ഞങ്ങൾ ഈ പോയ വഴികളിലൂടെ തന്നെ ഞങ്ങളെ കൊണ്ടുപോയി. പക്ഷേ ഹിസ്റ്റോറിക്കലായിട്ട് അവർ കുറേ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നിരുന്നു. നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഗൈഡായിരുന്നു. അപ്പം നമുക്ക് Airbnb-യുടെ സൈറ്റിൽ കയറി നോക്കിയാലും ഗൂഗിളിൽ നോക്കിയാലും നമുക്കിതുപോലെ തന്നെ ടൂറുകൾ അവൈലബിൾ ആകാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം നമ്മൾക്ക് ഇവിടുന്ന് തന്നെ ടിക്കറ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഗൂഗിളിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഉള്ളൂ. ഇപ്പം ഞങ്ങളെല്ലാം കണ്ടത് ഞങ്ങളുടെ ഓൺ നോളജ് വെച്ചിട്ടാണ്. നമ്മൾ കുറച്ച് വലൻസിയിൽ വരുമ്പോൾ അതിന് മുമ്പ് കുറച്ച് പ്രിപ്പറേഷൻസ് അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും ഇല്ലെങ്കിലും കുറച്ച് യൂട്യൂബ് ബ്ലോഗ്സൊക്കെ നോക്കി ഇവിടെ വരാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഏതാണെന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ Airbnb-യുടെ വെബ്സൈറ്റിൽ കയറി നോക്കി ഡേ ടൂർസൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പം നമ്മൾ ഈ കണ്ട സ്ഥലങ്ങളൊക്കെ തന്നെയായിരിക്കും, പക്ഷേ ടിക്കറ്റ് കൊടുക്കാതെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറാൻ പറ്റില്ല. പക്ഷേ ഏതെങ്കിലും ഒരു ഗൈഡ് നമ്മളുടെ കൂടെ ഒരു ഗ്രൂപ്പായിട്ട് നമ്മളെ കൊണ്ടുപോയിട്ട് ഓരോ സ്ഥലങ്ങളെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അതാണ് ഡേ ടൂർ. ഞങ്ങൾ എല്ലായിടത്തും പോയപ്പോഴും ആംസ്റ്റർഡാമിൽ പോയപ്പോഴാണെങ്കിലും ക്രൊയേഷ്യയിൽ പോയപ്പോഴും എല്ലാം ഞങ്ങൾ അങ്ങനെ ഒരു ഡേ ടൂർ എടുത്തിരുന്നു. നോർമലി ദാറ്റ് ഡേ ടൂർ ഇസ് ഫ്രീ. പക്ഷേ നമ്മൾ അറ്റ് ലാസ്റ്റ് എന്തെങ്കിലും ഒരു എമൗണ്ട് കൊടുക്കും അയാൾക്ക്. അപ്പോൾ ഇത് ഫ്രീ ആയിട്ടുള്ള ടൂർ നമ്മൾ ബുക്ക് ചെയ്യുക, Airbnb-യിൽ കിട്ടും. അപ്പോൾ അവിടെ ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവർ പറയുന്ന സ്പോട്ടിൽ വന്നാൽ മതി. ആൻഡ് ദെൻ നമ്മൾക്ക് അവരോട് ജോയിൻ ചെയ്യാൻ പറ്റും. ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും അത് വിടാം. അപ്പം നമ്മൾ ഈ കണ്ട സ്ഥലങ്ങളൊക്കെ തന്നെയായിരിക്കും പോകാൻ പോകുന്നത്. പക്ഷേ അതിൻ്റെ റിയൽ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ആൾ പറഞ്ഞു തരും. പക്ഷെ നമ്മളിതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറാൻ പറ്റില്ല, ബിക്കോസ് ഈ ഡേ ടൂറിൽ ടിക്കറ്റും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ. അപ്പം ഇതിൻ്റെ അവരിങ്ങനെ കാണിച്ച് തന്നിട്ട് ഓരോന്ന് പറഞ്ഞു തരും. അപ്പോൾ അത് നല്ലൊരു ഓപ്ഷനാട്ടോ. നിങ്ങൾ എവിടെ പോയാലും ഈ ഡേ ടൂർ നിങ്ങൾ ബുക്ക് ചെയ്യണം. അപ്പോൾ അതൊരു 1 hour 2 hour, ഹൗ മെനി hours ഇറ്റ് ഈസ് ഗോണ ബി? 1 ലെസ് ദാൻ 2 hours ആണ്. അത് ഗ്രൂപ്പായിരിക്കും. നിങ്ങൾക്ക് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റും. ഇതിൻ്റെ കുറേ ഹിസ്റ്ററിയൊക്കെ അയാൾ പറഞ്ഞു തരും. ആൻഡ് ദർ ഇസ് നോ ചാർജ് ഫോർ ഇറ്റ്. എഗെയിൻ നമുക്ക് ഞങ്ങളെപ്പോഴും എന്തെങ്കിലും അവർക്ക് കൊടുക്കാറുണ്ട് ആ ടൂറ് കഴിയുമ്പോൾ. So that is where we are. We are waiting for the day 2 to start. And let's go together.
could go like Michelin star restaurant tomorrow or something. They have like this tasting menu. You pay like $80 and they give like 5. ഇതാട്ടോ ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ഒരു ബോജ ഫാമിലീൻ്റെ ഒരു വീട്. അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഇടവഴിയുടെ ഭാഗമാണ് ഇപ്പോൾ അവർ പബ്ലിക്കായിട്ട് സിവിലിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കുറ്റകൃത്യം ചെയ്താൽ മാത്രമേ ആ ബാക്കി ഭാഗം കൺസ്ട്രക്ട് ചെയ്തതിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമുള്ളൂ. അത് ന്യൂലി കൺസ്ട്രക്റ്റഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ റോമൻ എംപയറിൻ്റെ കുറേ അവശിഷ്ടങ്ങൾ കാത്തു സൂക്ഷിച്ചിരിക്കുന്ന കാണാൻ പറ്റും. ഡെഫിനറ്റ്ലി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ്സ് ജസ്റ്റ് എ ടൂർ. അപ്പം നമുക്ക് ഈ കണ്ണാടി ചില്ലിൻ്റെ ഇടയിൽ കൂടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പം ഈ ഒരു 2 മണിക്കൂറിൽ കറങ്ങി തീർക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ രാവിലെ സമയത്ത് നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് കണ്ട് പിന്നെ ഒന്ന് ഇവരുടെ കൂടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര രസമായിട്ട് ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാനും കൂടി പറ്റും. ഇതുകൊണ്ടോ ഈ അവശിഷ്ടങ്ങളൊക്കെ അവർ ഈ വെള്ളത്തിൻ്റെ അടിയിലും കൂടി സൂക്ഷിച്ചിരുന്നു. തൊട്ട് സൈഡിലായിട്ട് ഇത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഐ ഹവ് ട്രൈഡ് മൈ ബെസ്റ്റ് ടു ടേക്ക് സം ഓഫ് ദ ക്ലിപ്സ് ഓവർ ഹിയർ. അപ്പോൾ ഈ രാവിലെ നമ്മളായിട്ടൊന്ന് കറങ്ങി നടന്നിട്ട് പിന്നെ ഇതിൻ്റെ കൂടെ വരുമ്പോഴുണ്ടല്ലോ നമുക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കേട്ടോ. കാര്യം ചില സ്ഥലങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തെന്ന് തോന്നും, ചില സ്ഥലങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തില്ല എന്ന് തോന്നും. 500 years to build, so every side is in a different style. Amazing. If you go in, you'll be amazed by this painted vault by Antonio Palomino, my favorite Valencian painter. Okay, it's free and it's dedicated to the lady. ഇതാണ് വലൻസിയൻ കത്തീഡ്രലിൻ്റെ മറ്റൊരു ഡോറിലേക്ക് നമ്മൾ പോവാണ്. ഇത് മെയിൻ ഡോറാണ്. ഇതുപോലെ 6 ഡോറുകളോളം ഇവിടെ ഉണ്ടെന്നാണ് പറയണത്. ഇതാണ് വൺ ഓഫ് ദ ഡോർ. ഇതിൻ്റെ ആർക്കിടെക്ചറും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവർ നമ്മൾ ഈ ഡോറിൽ നിന്ന് പല പല ഡോറുകളിലേക്ക് നമ്മളെ ഇതിൻ്റെ വഴികളിലൂടെ കൊണ്ടുപോവുകയാണ് ഉണ്ടായത് കേട്ടോ. അപ്പോൾ ഇതും മസ്റ്റ് വിസിറ്റായിട്ട് നിങ്ങൾ കാണേണ്ട കാര്യമാണ്. ആരും മറക്കണ്ട, ഈ ഒരു 2 hour ട്രിപ്പ്, ഒരു ടൂർ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ഹിസ്റ്ററി നിങ്ങൾക്ക് ഇതിലൂടെ കേൾക്കാൻ പറ്റും. ഒരു കഥ കേട്ടിരിക്കുന്ന പോലെ കേട്ട് പോകാൻ ഭയങ്കര രസമുള്ളൊരു കാര്യമാണ്. I think that's a bit mummified to me, but it looks a lot better than you expect. It's a symbol of resilience, of the strength you need to push through such a life, and that's the reason why people like to lift the arm and pray to it. Okay, so ഇതാണ് മറ്റൊരു ഡോറ്. നമ്മൾ അതിലേക്ക് പോവാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഓരോ ഇതിൻ്റെ മുമ്പിലുള്ള കുറേ കൊത്തുപണികളുണ്ട്. അതിന് ഓരോന്നിനും ഓരോ കഥകളുണ്ട്. അപ്പോൾ ആ കഥകളൊക്കെ ഈ ഗൈഡിൻ്റെ കൂടെ കേട്ടിരിക്കാനായിട്ട് നല്ല രസമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ടൂറ് പ്രൊമോട്ട് ചെയ്യുന്നത്. okay, so this is the Door of the Apostles, not the main entrance, now we know, but this door, and you guys are looking east, towards Mecca. Button on the other side. Okay, so the next part of the tour is going to be through the street. Keep always some space to the side, people pass us by. And also neighbors generally don't like big groups of people standing at the doors. So the church was damaged during the Civil War. അങ്ങനെ അവൾ ഞങ്ങളെ കഥ പറഞ്ഞ് ഓരോ ഈ കുഞ്ഞു വഴികളിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകാനുണ്ടായത്. അപ്പോൾ ഈ ഇസ്ലാമിക് ഇൻവേഷൻ ഉണ്ടായതിനു ശേഷം അവരുടെ രീതിയിലുള്ള കുറേ ബിൽഡിങ്ങുകളും കാര്യങ്ങളും ആ വഴികൾ അങ്ങനെ ആവാനുള്ള റീസണും ഒക്കെ അവൾ ഞങ്ങൾക്ക് പറഞ്ഞു. So this is the Portal de Valdigna.
It was not it's not an original opening of the Muslim Mall. It was opened after the Reform Mall. So in the stand is up like people back in 2007. But this wall, surprisingly, was known to be the most beautiful wall of Al-Andalus. Painted white with limestone, 7 entrances, multiple towers. It was built in the Taifa period, which is the 11th century. When we think of Al-Andalus, we usually think of one of my favorite churches in the world. It's amazing. Painted inside a ceiling by Antonio Palomino. He designed those paintings. I know the last time I left the apartment to get dressed for communion, I had to get dressed in this square because the dress was too big and I didn't fit in the house. ഇവിടുത്തെ വേറൊരു വലിയൊരു ബിസിനസ്സാണ് സെറാമിക്സ്. അപ്പോൾ അതിൽ കുറേ ആർട്ടുകൾ ചെയ്തിട്ടുള്ള ലോക്കൽ ഷോപ്പുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ ടൂറൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും ഒരു ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പാനിഷ് റെസ്റ്റോറൻറ്റിൽ കയറി. നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു, നല്ല ഫുഡുമായിരുന്നു. അവർ തീയും ചൂടും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും നല്ല തണുപ്പുള്ള സമയമായിരുന്നു കേട്ടോ. ആൻഡ് പ്ലേറ്റൊക്കെ കണ്ടോ, അത് സെറാമിക്കിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള നല്ല പ്ലേറ്റുകളും. ഞങ്ങളൊരു ബോട്ടിൽ വൈനൊക്കെ ഓർഡർ ചെയ്തു. അതുകൂടാതെ പിന്നെ സ്റ്റാർട്ടേഴ്സായിട്ട് ഒക്ടോപ്പസിൻ്റെ ഒരു വലിയ കാലും, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൂന്തലിൻ്റെ മഷി നമ്മൾ നാട്ടിലൊക്കെ കളയൂല്ലേ, പക്ഷേ അത് കളയാതെ ഇവിടെ ഇവരിപ്പോൾ ഈ സീ ഫുഡ് പയ്യ പോലെ തന്നെ സീ ഫുഡ് ചേർത്തിട്ടുള്ള വേറൊരു ഡിഷാണ്. അപ്പോൾ പയ്യ പാത്രത്തിൽ തന്നെയാണ് ഇവിടെ ഉണ്ടാക്കിയത്. അവർ ഈ ബ്രോത്ത് നല്ലപോലെ അരിയിലേക്ക് വലിച്ചെടുത്തിട്ടുള്ള ഒരു കുക്കിംഗ് പ്രിപ്പറേഷനാണ്. അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു പോട്ടും ഉണ്ട്. അപ്പോൾ അതിലാണ് അവരത് കുക്ക് ചെയ്യുന്നത്. അതിവിടുത്തെ ഫാമേഴ്സിൻ്റെ ഞങ്ങൾ ഇനി 4ാമത്തെ സീരീസ് കാണിക്കുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് ഞാൻ ഈ ഫാമിംഗ് ഏരിയയിലേക്ക് പോകുന്ന ഒരു കാര്യം എടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ ഇതുപോലെ ലോക്കലായിട്ട് കുറേ സിംഗേഴ്സൊക്കെ അവിടെ വന്ന് നിന്ന് പാടും. അവർ ടിപ്പൊക്കെ ചോദിക്കും, അപ്പം നമ്മൾ അവർക്ക് കൊടുക്കണം. ഞാൻ ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിരുന്നു, കാര്യം അവരുടെ സിറ്റുവേഷനൊക്കെ ഓർത്തിട്ടേ. എന്നിട്ട് നമ്മൾ ഇതൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞ് സന്തോഷമായിട്ട് പാട്ടൊക്കെ കേട്ട് അടുത്ത ദിവസത്തേക്കുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് അടുത്ത വലിയൊരു വീഡിയോയും എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോയൊക്കെ ഇടണം. ഞാനിപ്പോൾ ഈ റെക്കോർഡ് ചെയ്യുമ്പോൾ ഇതൊക്കെ എടുത്ത് കഴിഞ്ഞു കേട്ടോ. അപ്പം അടുത്തൊരു വീഡിയോസ് സൂൺ തന്നെ വരും. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ.